മഴതോരും മുൻപെയുടെ വരാൻ പോകുന്ന കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടാനിയയുടെ കാമുകനായ ഷാൻ ടാനിയുടെ വീട്ടിൽ വന്ന് ഷാനിയുടെ വയറ്റിൽ കടാര കുത്തിയിറക്കുകയും അലീന ടാനിയെ രക്ഷപ്പെടുത്തി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതുമാണ് കഴിഞ്ഞ കഥയിൽ നമ്മൾ കേട്ടത്. അടുത്ത കഥയിലേക്ക് പോകുന്നതിന് മുൻപായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. സ്റ്റാൻലി തോട്ടത്തിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴാണ് സെൽഫോണിൽ ബെല്ലടിച്ചത്. അയാൾ ഇടതുവശത്തെ സീറ്റിലേക്ക് നോക്കി. ഫോണിൽ ബബിതയുടെ പേര് തെളിഞ്ഞു. അയാൾ ഫോൺ എടുത്ത് കാതോട് ചേർത്തു. ഹലോ പപ്പേ, വേഗം ഇങ്ങോട്ട് വരണേ. ബബിതയുടെ പരിഭ്രാന്തമായ ശബ്ദം. എന്തുപറ്റി? ഷാൻ ഇവിടെ വന്ന് ടാനിയെ കുത്തി. അലിന ചേച്ചി ടാനിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുക. പെട്ടെന്ന് വരണേ. സ്റ്റാൻലിക്ക് ഉൾക്കിടലമുണ്ടായി. എപ്പോഴാണ് സംഭവം? ഇപ്പം 5 മിനിറ്റ് മുൻപ്. അലിന ചേച്ചി ഹോസ്പിറ്റൽ എത്തിക്കാണില്ല. അവനെവിടെ? ഓടിക്കളഞ്ഞോ? ബൈക്കിൽ കയറിപ്പോയി. മുറിവ് സീരിയസ് ആണോ ബബിതേ? എനിക്കറിയില്ല. ഇവിടെ എല്ലായിടത്തും ചോരയാ. ടാനിയക്ക് ബോധമില്ലായിരുന്നു. ഞാനിതാ എത്തിക്കഴിഞ്ഞു. സ്റ്റാൻലി വീട്ടിൽ പോലും കയറാതെ നേരെ അഞ്ജലിലേക്ക് ജീപ്പ് വിട്ടു. ഹോസ്പിറ്റലിന്റെ കോറിഡോറിൽ രക്തം പുരണ്ട വസ്ത്രങ്ങളോടെ പരവശയായി നിൽക്കുന്ന യുവതിയെ കടന്നുപോകുന്നവരെല്ലാം സൂക്ഷിച്ചു നോക്കുന്നുണ്ടായിരുന്നു. അലീനയുടെ കൈകളിൽ ചോര ഉണങ്ങിപ്പിടിച്ചിരുന്നു. ടോജോ ഒരു കസേരയിൽ ചുരുണ്ടുകൂടി ഇരിപ്പുണ്ട്. ഹോസ്പിറ്റലിൽ നിന്ന് ഇന്റിമേഷൻ കിട്ടിയതനുസരിച്ച് പോലീസ് കാഷ്വാലിറ്റിയിൽ എത്തിയിരുന്നു. അതിനിടെ സ്റ്റാൻലിയും വന്നു ചേർന്നു. സ്റ്റാൻലി കോറിഡോറിൽ കൂടി നടന്നു വരുന്നത് അലീന കണ്ടു. അലീനയുടെ കൈകളും വസ്ത്രങ്ങളും കണ്ട് സ്റ്റാൻലി പകച്ചു. അയാൾ അടുത്തു വന്നപ്പോഴേക്കും അലീന പൊട്ടിപ്പോയി. അതുവരെ അവൾ അടക്കിപ്പിടിച്ചിരിക്കുകയായിരുന്നു. സ്റ്റാൻലി അവളുടെ തോളത്തോട് കൈയിട്ട് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. ഓപ്പറേഷൻ തിയേറ്ററിലെ പപ്പ. അങ്ങോട്ട് കൊണ്ടുപോയതിൽ പിന്നെ ആരും ഒന്നും പറയുന്നില്ല, അലീന കണ്ണീരോടെ പറഞ്ഞു. നേഴ്സ് വന്ന് ബ്ലഡ് ഗ്രൂപ്പ് ചോദിച്ചിരുന്നു. ഞാൻ വീട്ടിലേക്ക് വിളിച്ച് ടെൽസിയെ കൊണ്ട് ടാനിയുടെ SSLC സർട്ടിഫിക്കറ്റ് എടുപ്പിച്ചു. അതിൽ നോക്കി അവൾ ബ്ലഡ് ഗ്രൂപ്പ് പറഞ്ഞു തന്നു. ചോര കുറെ പോയി പപ്പ. വീട്ടുമുറ്റത്തും കാറിലുമെല്ലാം ടാപ്പ് തുറന്നു വിട്ട പോലെയായിരുന്നു ചോര. സാരമില്ല, ഡോക്ടേഴ്സ് നോക്കിക്കൊള്ളും. സ്റ്റാൻലി അവളുടെ തോളത്ത് തട്ടി. അപ്പോഴേക്കും പോലീസ് ഇടനാഴിയിലൂടെ അവരുടെ സമീപമെത്തി. SI അലീനയുടെ മൊഴിയെടുത്തു. സംഭവിച്ചതെല്ലാം അതേപോലെ അലീന പോലീസിന്റെ മുൻപിൽ വെളിപ്പെടുത്തി. ടോജോയോടും പോലീസ് ചോദ്യങ്ങൾ ചോദിച്ചു. അതിനുശേഷം അവർ സംഭവ സ്ഥലത്തേക്ക് തിരിച്ചു. ഒരു നഴ്സും അറ്റൻഡറും കൂടി അലീനയെ അന്വേഷിച്ചു വരുന്നുണ്ടായിരുന്നു. ബ്ലഡ് വേണം. ഇവിടെ ഉണ്ടായിരുന്നത് തീർന്നു. ബ്ലീഡ് നിൽക്കുന്നില്ല, നഴ്സ് പറഞ്ഞു. എൻക്വയറിയിൽ ചോദിച്ചാൽ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ നമ്പർ കിട്ടും. അവിടെ വിളിച്ച് അന്വേഷിച്ചാൽ മതി. ഡോണർമാരുണ്ട്. ടോജോയോട് അവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് അലീനയും സ്റ്റാൻലിയും കൂടി എൻക്വയറിയിലേക്ക് പോയി. എൻക്വയറിയിൽ നിന്നും റെഡ് ക്രോസ് സൊസൈറ്റിയുടെയും റോട്ടറി ക്ലബിന്റെയും നമ്പർ എടുത്ത് വിളിച്ചു. അലീനയാണ് സംസാരിച്ചത്. അതിനുശേഷം ഡോണർമാരെ കൊണ്ടുവരാനായി ജീപ്പിൽ അവർ യാത്ര തിരിച്ചു. അഞ്ജലിയിൽ സ്റ്റാൻലിയുടെ വീട്ടിലെത്തിയ പോലീസ് ബബിതയും ടെൽസിയും കണ്ട് മൊഴിയെടുത്തു. രക്തം വീണുകിടന്ന മുറ്റവും മറ്റും പരിശോധിച്ചു. റീത്താമ്മയുടെ വീട്ടിലും തൊട്ടടുത്തുള്ള മറ്റൊരു വീട്ടിലും ചെന്ന് ആക്രമണം നടന്നതിന് ദൃക്സാക്ഷികൾ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചു. കണ്ടവർ ആരുമില്ല. അങ്ങനെയൊരു സംഭവം നടന്നതായി ആരും അറിഞ്ഞിട്ടുകൂടിയില്ല. പോലീസ് നേരെ ഷാനിന്റെ കടയിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ അത് അടച്ചിട്ടിരിക്കുന്നതായി കണ്ടു. പോലീസ് സംഘം ഷാനിനെ തിരക്കി അവന്റെ വീട്ടിലെത്തി. ഷാനിന്റെ അച്ഛൻ മാർക്കറ്റിലായിരുന്നു. വീട്ടിലുണ്ടായിരുന്ന അനുജനെയും ചേച്ചിയെയും ചോദ്യം ചെയ്തു. ഷാൻ വീട്ടിലെത്തിയിട്ടില്ലെന്ന് മനസ്സിലായി. മാർക്കറ്റിൽ ചെന്ന് ഷാനിന്റെ അച്ഛനെ കണ്ടുപിടിച്ച് ചോദ്യം ചെയ്തുകൊണ്ട് നിൽക്കെ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരു മെസ്സേജ് SIക്ക് ലഭിച്ചു. അഞ്ജലിനും ഐരൂരിനും ഇടയ്ക്ക് ഒരു അപകടം നടന്നിട്ടുണ്ടെന്നും ഉടൻ അങ്ങോട്ട് പുറപ്പെടണമെന്നുമായിരുന്നു സന്ദേശം. പോലീസ് ജീപ്പ് ഉടൻ അങ്ങോട്ട് തിരിച്ചു. അഞ്ജലിൽ നിന്ന് ഏതാണ്ട് 5 കിലോമീറ്റർ അപ്പുറം ഏരൂരിനടുത്താണ് അപകടം നടന്നിരിക്കുന്നതെന്ന് സ്റ്റേഷനിൽ നിന്നും ഒരു മെസ്സേജ് കൂടി കിട്ടി. വളവ് തിരിഞ്ഞ് ചെല്ലുമ്പോൾ തന്നെ വാഹനങ്ങൾ നിരനിരയായി കിടക്കുന്നത് കാണാമായിരുന്നു. ട്രാഫിക് തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഓട്ടോറിക്ഷകളും ബൈക്കുകളും നുഴഞ്ഞു കയറി റോഡിന്റെ വലതുഭാഗം കൂടി തിങ്ങി നിറഞ്ഞിരുന്നു. പോലീസുകാർ പുറത്തിറങ്ങി ചീത്ത വിളിച്ചും വാഹന ഉടമകളെ വിരട്ടിയും ജീപ്പിന് കടന്നു പോകാനുള്ള സ്ഥലമുണ്ടാക്കി. കുറെ അകലെ വലിയ ആൾക്കൂട്ടം കാണാമായിരുന്നു. ജീപ്പ് കുറെ ദൂരം മുൻപോട്ട് പോയി. ഒടുവിൽ ജീപ്പ് നിർത്തി SI അടക്കം പോലീസ് സംഘം ഇറങ്ങി നടന്നു. ഒരു KSRTC ബസ് നിർത്തിയിട്ടിട്ടുണ്ട്. പോലീസ് വരുന്നത് കണ്ടതോടെ ബസ്സിന് ചുറ്റും കൂടി നിന്നവർ ഇരുവശത്തേക്കും ഒതുങ്ങി മാറി നിന്നു. തിരുവനന്തപുരത്ത് നിന്നുള്ള പുനലൂർ ഫാസ്റ്റ് പാസഞ്ചർ ആയിരുന്നു അത്. ബസിന്റെ അടിയിൽ ഒരു ബൈക്ക് കുടുങ്ങി കിടപ്പുണ്ട്. ബസ്സിനടിയിൽ ഒരു മനുഷ്യ ശരീരം ചോരയിൽ കുളിച്ച് കൈകാലുകളും തലയും തകർന്നു കിടപ്പുണ്ടായിരുന്നു.
SI അവിടെ കൂടി നിന്ന ആളുകളോട് എപ്പോഴാണ് അപകടം നടന്നത്, ബസ്സിനുള്ളിൽ കിടക്കുന്ന ബോഡിക്ക് ജീവനുണ്ടോ എന്നെല്ലാം തിരക്കി. അത് ഡെഡ് ബോഡിയാ സാറേ. ഒരാൾ ബസ്സിനുള്ളിൽ കയറി നോക്കിയതാ, മരിച്ചു കിടക്കിയ ഒരാൾ പറഞ്ഞു. സംഭവത്തെക്കുറിച്ച് പലരിൽ നിന്നായി പോലീസിന് ഒരു ഏകദേശ ചിത്രം കിട്ടി. അരമണിക്കൂർ മുൻപാണ് അപകടം നടന്നത്. ബൈക്ക് നേരെ വന്ന് ബസിന്റെ മുമ്പിൽ ഇടിക്കുകയായിരുന്നു. ഇടിച്ചപ്പോൾ തന്നെ ബൈക്ക് യാത്രക്കാരൻ തെറിച്ചു വീണു. മുൻചക്രത്തിനും ബമ്പറിനും ഇടയിൽ കുടുങ്ങിയ ബൈക്ക് വലിച്ചിഴിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങിയ ബസ് റോഡ് തെറിച്ചു വീണവനെ മറികടന്നാണ് നിന്നത്. ബസ് നിന്ന ഉടൻ ഡ്രൈവറും കണ്ടക്ടറും ഇറങ്ങിയോടി. ബസിന്റെ കീഴിൽ കിടക്കുന്ന ഡെഡ് ബോഡി ആരുടേതെന്ന് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. സാറേ, ബൈക്ക് കടന്നു പോകാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ടായിരുന്നു. ഇവിടെ വളവും തിരിവും ഒന്നുമില്ല. ബൈക്കിൽ വന്നവൻ റോഡിന്റെ നടുക്കൂടെ വന്ന് ബസ്സിലിടിപ്പിക്കുകയോ ചെയ്തത്. ഞാനത് കണ്ടോണ്ട് നിന്നവനാ ബസ്സിനകത്ത്. ബസ്സിലെ യാത്രക്കാരിലൊരുവൻ പറഞ്ഞു. ഒരാൾ പറഞ്ഞപ്പോൾ മറ്റുള്ളവർക്കും ധൈര്യമായി. അയാൾ പറഞ്ഞത് ശരിയാണെന്ന് ബസ്സിലെ മറ്റു ചില യാത്രക്കാരും പറഞ്ഞു. അത്രയും കേട്ടപ്പോൾ പോലീസിന് സംശയമായി. SI ഉടൻ തന്നെ പോലീസ് ജീപ്പ് അഞ്ചലിലേക്ക് അയച്ച് ഷാനിന്റെ അച്ഛനെ വരുത്തി. അയാൾ എത്തുമ്പോഴേക്കും പോലീസ് ബോഡി കിടന്ന സ്ഥലം ചോക്കുകൊണ്ട് അടയാളപ്പെടുത്തിയ ശേഷം മൃതദേഹം ബസിന്റെ കീഴിൽ നിന്ന് പുറത്തേക്ക് മാറ്റിയിട്ടിരുന്നു. അലീന സന്ധ്യയ്ക്ക് മുൻപ് ടോജോയെ വീട്ടിലേക്ക് അയച്ചു. അവിടെ ബബിതയും ടെൽസിയും മാത്രമേ ഉള്ളൂ. അവരാണെങ്കിൽ ഭയപ്പെട്ടിരിക്കുകയാണ്. അലീന സ്റ്റാൻലിയോടൊപ്പം ഹോസ്പിറ്റലിൽ തന്നെ നിന്നു. ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നും ഇതുവരെ ഒരു വിവരവുമില്ല. ഇടയ്ക്ക് ഒരു നഴ്സ് വന്ന് സ്റ്റാൻലിയോട് പറഞ്ഞു, ഒരു ആംബുലൻസ് ഏത് നിമിഷവും പുറപ്പെടാൻ പാകത്തിന് റെഡിയാക്കി നിർത്തണം. ചിലപ്പോ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകേണ്ടി വരും. സ്റ്റാൻലി ഉടൻ തന്നെ വേണ്ടതെല്ലാം സജ്ജമാക്കി നിർത്തി. ഓപ്പറേഷൻ 6 മണിക്കൂറോളം നീണ്ടു. അലീന ആ സമയത്തും കണ്ണുകളടച്ച് പ്രാർത്ഥനാനിരതയായി ചുമരിൽ ചാരി നിന്നു. അർദ്ധരാത്രിയോടടുപ്പിച്ച് ഡോക്ടർമാരുടെ സംഘം ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് പുറത്തു വന്നു. സ്റ്റാൻലി അവരെ സമീപിച്ച് ടാനിയയുടെ അവസ്ഥ എന്തെന്ന് തിരക്കി. ബ്ലീഡിംഗ് കണ്ടിന്യൂ ചെയ്യുകയാണ്. അതാണൊരു പ്രശ്നം. ശ്വാസകോശത്തിനും ആമാശയത്തിനും മുറിവേറ്റിട്ടുണ്ട്. ശ്വാസകോശത്തിൽ നിന്ന് രക്തം നീക്കം ചെയ്യുന്നതായിരുന്നു ഏറ്റവും വലിയ പ്രോബ്ലം. ടാനിയ ഇപ്പോഴും അബോധാവസ്ഥയിലാണെന്ന് കൂടി ഡോക്ടർ വെളിപ്പെടുത്തി. നാളെ ചിലപ്പോൾ ഒരു ഓപ്പറേഷൻ കൂടി വേണ്ടി വന്നേക്കും. മുറിവുകളെല്ലാം ആഴത്തിലുള്ളവയായിരുന്നു. ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വൈകിയിരുന്നെങ്കിൽ ചോര വാർന്നു തന്നെ മരണം സംഭവിക്കുമായിരുന്നു. പെട്ടെന്ന് ബ്ലഡ് ഗ്രൂപ്പ് അറിയാൻ കഴിഞ്ഞതുകൊണ്ടും ഹോസ്പിറ്റലിലെ ബ്ലഡ് ബാങ്കിൽ അതേ ഗ്രൂപ്പിലുള്ള രക്തം സ്റ്റോക്ക് ഉണ്ടായിരുന്നതുകൊണ്ടുമാണ് ജീവൻ പിടിച്ചു നിർത്താൻ സാധിച്ചത്. ഇപ്പോഴും രക്തം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സ്റ്റാൻലിയോടാണ് പറയുന്നതെങ്കിലും അലീന പിന്നിൽ നിന്ന് കാതോർത്ത് കേൾക്കുന്നുണ്ടായിരുന്നു. ഡോക്ടർമാർ പോയിക്കഴിഞ്ഞപ്പോൾ സ്റ്റാൻലി അലീനയുടെ നേർക്ക് തിരിഞ്ഞു. അവൾ നിറമിഴികളോടെ നിൽക്കുന്നത് അയാൾ കണ്ടു. ഞാൻ എല്ലാം കേട്ടു. അവളുടെ സ്വരം സങ്കടത്തിൽ കുതിർന്നിരുന്നു. അവളെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് മാറ്റിയിട്ടില്ല. രാവിലെ ചിലപ്പോൾ. സാരമില്ല പപ്പ, എല്ലാം ശരിയാകും. ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടുവിടാം. ഈ വേഷമൊക്കെ മാറണ്ടേ? പപ്പ പോയിക്കോ, ഞാനിവിടെ നിന്നോളാം. അവൾ കണ്ണു തുറന്ന് എന്നെ ഒന്നും നോക്കാതെ എനിക്ക് വരാൻ പറ്റില്ല. സ്റ്റാൻലി പിന്നെ നിർബന്ധിച്ചില്ല. അലീന ഒരു കസേരയിലേക്ക് ഇരുന്നു. പപ്പയുടെ മൊബൈൽ വാങ്ങി അവൾ ബബിതയെ വിളിച്ചു. അവർ ഉറങ്ങിയിരുന്നില്ല. അലീന ചേച്ചി, ടാനിയ. ബബിത പൂർത്തിയാക്കിയില്ല. ഓപ്പറേഷൻ കഴിഞ്ഞു. ഡോക്ടർമാർ ഒരു തീർച്ച പറയുന്നില്ല. നാളെ ചിലപ്പോ ഒരു ഓപ്പറേഷൻ കൂടി വേണ്ടി വരും. ജീവനോടെ ഉണ്ടല്ലോ, അത്രയും കേട്ടാ മതി, ബബിത പറഞ്ഞു. നിങ്ങൾ പേടിച്ചിരിക്കുവാണോ? ഞാനങ്ങോട്ട് വരണോ? വേണ്ട ചേച്ചി, ഇവിടുത്തെ കാര്യമോർത്ത് വിഷമിക്കണ്ട. ഞാൻ നോക്കിക്കൊള്ളാം. അവർക്കെല്ലാം ആഹാരം കൊടുത്തോ? ആരും കഴിച്ചില്ല, വിഷമിച്ചിരിക്കുക. ഒന്നും പേടിക്കണ്ടെന്ന് പറ, ഞാൻ പിന്നെ വിളിക്കാം. ഫോൺ ചെയ്തു കഴിഞ്ഞ് അലീന ഒരു ദീർഘനിശ്വാസം മുതിർത്തു. ബബിത ഇപ്പോൾ ഒരു സഹായത്തിനുള്ളത് എത്ര നന്നായി എന്ന് അവൾ വിചാരിച്ചു. സ്റ്റാൻലി കുറച്ചു സമയം കസേരയിലിരിക്കും, എഴുന്നേറ്റ് നടക്കും, പിന്നെയും വന്നിരിക്കും. നേരം പുലരുന്നതുവരെ ഇത് തുടർന്നു. രാത്രി പതിവുള്ള മദ്യപാനം മുടങ്ങിയതിന്റെ അസ്വസ്ഥതയും ഉണ്ടായിരുന്നു. നേരം പുലർന്നു. രാവിലെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു ഫോൺ കോൾ സ്റ്റാൻലിയുടെ മൊബൈലിലേക്ക് വന്നു. കോറിഡോറിലൂടെ നടന്നുകൊണ്ട് സ്റ്റാൻലി അത് അറ്റൻഡ് ചെയ്തു. ഫോൺ ചെയ്ത് കഴിഞ്ഞ് അയാൾ അലീനയുടെ മുന്നിൽ വന്ന് പറഞ്ഞു, ടാനിയെ കുത്തിയവൻ മരിച്ചുപോയിന്ന് ഒരു ന്യൂസ്. ആര് പറഞ്ഞു? അലീന ഉദ്യോഗത്തോടെ തിരക്കി. പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് വന്ന ഒരു ഫാസ്റ്റ് പാസഞ്ചറിൽ അവൻ ബൈക്കിടിച്ച് കയറ്റിയത്രേ. അപ്പൊ തന്നെ മരിച്ചു. ഇന്നലെ വൈകിട്ടാണ് സംഭവം. ദൈവമേ, എന്തു കഷ്ടം. അലീന വ്രത പൂണ്ടു. ഒരു കഷ്ടവുമില്ല. അവൻ എങ്ങനെ തോന്നി അവളുടെ നെഞ്ചിൽ കടാര കുത്തിക്കയറ്റാൻ? അവൻ മരിക്കേണ്ടവൻ തന്നെയായിരുന്നു. അങ്ങനെ പറയല്ലേ പപ്പ. ഒരു മനുഷ്യജീവനല്ലേ, എന്നെപ്പോലെ, പപ്പയെപ്പോലെ. സ്റ്റാൻലി അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി.
അല്പനേരം നിന്നു. പിന്നെ തിരിഞ്ഞ് കോറിഡോറിലൂടെ നടന്നു. മൂടൽ മഞ്ഞ്. നോക്കെത്താ ദൂരത്തോളം മൂടൽ മഞ്ഞിന്റെ കടൽ. കാറ്റടിക്കുമ്പോൾ മൂടൽ മഞ്ഞ് പിരിഞ്ഞ് തുണ്ടുകളാകുന്നു. അപ്പൂപ്പൻ താടി പോലെ പറന്നു പോകുന്നു. ഇപ്പോൾ മൂടൽ മഞ്ഞില്ല. എവിടെയാണ് താൻ? ടാനിയുടെ കൃഷ്ണമണികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ചു. അവൾക്ക് ഒന്നും മനസ്സിലായില്ല. താൻ മരിച്ചു കഴിഞ്ഞുവോ? തന്റെ ആത്മാവ് ഏതോ അജ്ഞാത സ്ഥലത്ത് എത്തിച്ചേർന്നുവോ? ഷാൻ വീട്ടിൽ വന്നതും ഗേറ്റിൽ വെച്ച് തന്നെ കുത്തിയതും അവൾക്ക് ഓർമ്മ വന്നു. ഇളം നീല നിറമുള്ള കർട്ടൻ, വെളുത്ത മേൽത്തട്ട്, പ്രകാശിക്കുന്ന CFL ബൾബുകൾ, IV സ്റ്റാൻഡ്, തലകീഴായി തൂങ്ങിക്കിടക്കുന്ന ബോട്ടിൽ, അതിൽ നിന്ന് വളഞ്ഞു പുളഞ്ഞിറങ്ങി വരുന്ന കുഴൽ തന്റെ കൈത്തണ്ടയിൽ അവസാനിക്കുന്നു. മരണമുറിയല്ല ഇത്. കർട്ടനപ്പുറത്ത് നിന്ന് ഒരു നേഴ്സ് വന്നു. ആഹാ, മയക്കം തെളിഞ്ഞോ? നേഴ്സ് പുഞ്ചിരിക്കുന്നു. അനങ്ങണ്ട കേട്ടോ. ഇതെവിടെയാ? ഇതൊരു ഹോസ്പിറ്റൽ, ICU. അലീന ചേച്ചി പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്, കാണണ്ടേ? ഡോക്ടറുടെ അനുവാദത്തോടെ മാത്രമേ സന്ദർശകരെ ICUവിൽ കയറ്റൂ. അലീന ചേച്ചിക്ക് വല്ലതും പറ്റിയോ? കൈത്തണ്ടയിലൊരു മുറിവുണ്ട്, അതും രാവിലെയാ കണ്ടത്. അതുവരെ ആ കുട്ടി മുറിവേറ്റ വിവരമൊന്നും ആരോടും അറിഞ്ഞില്ലത്രേ. അലീന ചേച്ചിയാണോ എന്നെ ഇവിടെ കൊണ്ടുവന്നത്? അതെ. ചേച്ചിയോട് വലിയ ഇഷ്ടമാണോ? എനിക്ക് കാണണം. കാണിക്കാം, ഡോക്ടറോട് ചോദിക്കട്ടെ. ഇനി സംസാരിക്കണ്ട കേട്ടോ. ഇത് പകലാണോ രാത്രിയാണോ? താൻ എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? ഷാൻ എത്ര തവണ തന്നെ കുത്തി? അവൾ ഓർമ്മിക്കാൻ ശ്രമിച്ചു. നഴ്സ് IV സ്റ്റാൻഡിലെ ബോട്ട് നീക്കം ചെയ്യുന്നു. പുതിയതൊരെണ്ണം ഘടിപ്പിക്കുന്നു. ഇടതുവശത്തുമുണ്ട് ഒരു IV സ്റ്റാൻഡ്. അവിടെ ഒരു ബ്ലഡ് ബാഗ് തൂക്കിയിട്ടിരിക്കുന്നു. ഡ്രിപ്പറിലൂടെ ഇരുണ്ട നിറത്തിലുള്ള കൊഴുത്ത ദ്രാവകം സഞ്ചരിച്ച് കൈത്തണ്ടയിൽ എത്തിച്ചേരുന്നു. ഉടൽ ഇളം നീല പുതുപ്പ് കൊണ്ട് മൂടിയിട്ടിരിക്കുകയാണ്. വയറ് എവിടെയൊക്കെയോ വേദനിക്കുന്നു. പതുക്കെ പതുക്കെ വീണ്ടും മയക്കം വന്ന് അവളുടെ കണ്ണുകളെ മൂടി. അലീന പത്തനാപുരത്തെ ജോസ് കുട്ടിയോട് ഫോണിൽ സംസാരിക്കുകയായിരുന്നു. രാവിലെ ഒരു ഓപ്പറേഷൻ കൂടി നടത്തിയെന്നും അത് സക്സസ് ആയിരുന്നുവെന്നും അവൾ അവനോട് വെളിപ്പെടുത്തി. ICUവിലായതുകൊണ്ട് സന്ദർശകരെ അനുവദിച്ചിട്ടില്ല. റൂമിലേക്ക് മാറ്റുമ്പോൾ വിവരമറിയിക്കാമെന്നും അപ്പോൾ വന്നാൽ മതിയെന്നും അവൾ പറഞ്ഞു. ആൽബർട്ടിനെയും റോബർട്ടിനെയും വിവരമറിയിക്കേണ്ട ചുമതല അവൾ ജോസ് കുട്ടിയെ ഏൽപ്പിച്ചു. സാന്ദ്രയോടും അവൾ അല്പനേരം സംസാരിച്ചു. സ്റ്റാൻലി അഞ്ജലിയിലെ വീട്ടിലേക്ക് മടങ്ങിപ്പോയിരുന്നു. ഇപ്പോൾ ഔതക്കുട്ടിച്ചായൻ സന്ദർശകർക്കുള്ള കസേരയിൽ ഇരിപ്പുണ്ട്. നഴ്സ് ICUവിന്റെ വാതിൽ തുറന്ന് ഡോർ കർട്ടനിടയിലൂടെ തല നീട്ടി. അലീന. അലീന ഇടനായിലൂടെ വേഗം നടന്ന് ICUവിന്റെ വാതിക്കലെത്തി. 3 മണിക്ക് ഒരു മയക്കം തെളിഞ്ഞതായിരുന്നു. അപ്പോൾ അലീന ചേച്ചി തിരക്കി. പക്ഷേ അനസ്തേഷ്യയുടെ ഹാങ് ഓവർ കാരണം പിന്നെയും ഉറങ്ങിപ്പോയി. മയക്കം തെളിഞ്ഞപ്പോൾ കാണണമെന്ന് പറയുന്നു. കാണാമോ സിസ്റ്റർ? അലീന ആകാംക്ഷയോട് ചോദിച്ചു. ഞാൻ ഡോക്ടറോട് ചോദിച്ചായിരുന്നു. ഒരാൾക്കകത്ത് വരാം. പനിയോ ജലദോഷമോ ഒന്നുമില്ലല്ലോ? ഇല്ല. കൈക്ക് വേദനയുണ്ടോ? നഴ്സ് അലീനയുടെ കൈത്തണ്ടയിലെ ബാൻഡേജ് നോക്കി. ബാൻഡേജ് കാണുമ്പോഴാ മുറിവുണ്ടെന്ന് പോലും ഓർക്കുന്നേ. അലീന പുഞ്ചിരിച്ചു. അവൾ 4 വശവും കർട്ടൻ കൊണ്ട് മറിച്ച ബെഡിന് സമീപമെത്തി. ടാനിയ കണ്ണു തുറന്ന് കിടപ്പുണ്ടായിരുന്നു. അലീനയെ കണ്ടതും അവളുടെ മിഴികളിൽ വെളിച്ചമുദിച്ചത് നഴ്സ് കണ്ടു. വരണ്ട ചുണ്ടുകളിൽ ഒരു മന്ദഹാസം. അലീന കിടക്കയോട് ചേർന്ന് നിന്നു. മോളെ. വാത്സല്യത്തിൽ ചാലിച്ച സങ്കടം കലർന്ന ആ വിളിയൊച്ചയിൽ ടാനിയ കുളിർന്നു. അലീന അവളുടെ നെറ്റിമേൽ തലോടി മുഖം കുനിച്ച് മൂർത്താവിൽ ഉമ്മ വെച്ചു. ടാനിയ അലീനയുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു. ഷാൻ ചേച്ചിയും കൊല്ലാൻ നോക്കി അല്ലേ? ഇല്ല. എന്റെ കയ്യിലെ മുറിവ് നിന്നെ അവൻ കുത്തിയപ്പോ തെന്നി വന്ന് കൊണ്ടതാ. എന്നെ കുത്തുന്നതിനിടയ്ക്ക് ഷാൻ പറയുന്നുണ്ടായിരുന്നു അവളെയും കൊന്നിട്ടേ പോകൂന്ന്. അവന് ഗേറ്റ് തുറന്ന് അകത്തു കയറാൻ പറ്റിയില്ല. നായ്ക്കളവന്റെ കൈ കടിച്ചു മുറിച്ചു. ഭാഗ്യം, ചേച്ചി രക്ഷപ്പെട്ടല്ലോ. എനിക്ക് അതായിരുന്നു പേടി. എന്നെ അവൻ കൊന്നോട്ടെ. സാരമില്ല, ഇനി അതൊന്നും ഓർക്കണ്ട, അലീന പറഞ്ഞു. ചേച്ചി എന്നെ രക്ഷിച്ചത് അല്ലേ? നിന്റെ ആയുസിന്റെ ഫലമാണ് മോളെ. വേണ്ടായിരുന്നു. അവൾ വിഷമത്തോടെ എന്തോ ഓർത്തു കിടന്നു. അവൻ എങ്ങനെ തോന്നി എന്നെ കൊല്ലാൻ? 2 ദിവസത്തിന് ശേഷം ടാനിയെ ICUവിൽ നിന്ന് റൂമിലേക്ക് മാറ്റി. വീൽചെയറിലാണ് അവളെ റൂമിലെത്തിച്ചത്. സന്ദർശകർ പോയി കഴിഞ്ഞ് അലീനയും താനും മാത്രമുള്ളപ്പോൾ ടാനിയ ചോദിച്ചു. ഞാനൊരു കാര്യം ചോദിച്ചാ ചേച്ചി സത്യം പറയുമോ? പറയാം. ഷാനെ പോലീസ് പിടിച്ചോ? ഇല്ല. ഒളിവിലാണോ? അല്ല. പിന്നെ? അലീന അല്പം കരുതലെടുത്തു. എന്നിട്ട് പറഞ്ഞു. നിന്നെ കുത്തിയിട്ട് ബൈക്കോടിച്ചു പോകുമ്പം
ഒരാക്സിഡന്റ് ഉണ്ടായി. അവന് നിന്റെ അത്രയും ഭാഗ്യമുണ്ടായില്ല. ടാനിയുടെ കണ്ണുകളിൽ നടുക്കം അലീന വ്യക്തമായി കണ്ടു. അവൾ ശ്വാസം മടക്കി പിടിച്ചിരിക്കുകയാണെന്ന് തോന്നി. ഷാൻ ഷാനിപ്പം ജീവനോടെ ഇല്ലേ ചേച്ചി? അലീന അവളെ തലോടി. നമ്മുടെ ആരും കുറ്റമല്ലല്ലോ മോളെ. ഒരു ഫാസ്റ്റ് പാസഞ്ചറില ചെന്നിടിച്ചത്. നിമിഷങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. അഗാധമായൊരു വേദനയിൽ അവളുടെ ഹൃദയം പിടയുന്നുണ്ടെന്ന് അലീനയ്ക്ക് മനസ്സിലായി. ഇണ വേർപിരിഞ്ഞുപോയ ഒരു പക്ഷിയുടെ ശബ്ദമില്ലാത്ത കരച്ചിൽ അവളുടെ മുഖത്ത് കണ്ടു. ഷാൻ ആത്മഹത്യ ചെയ്തതാ അല്ല ചേച്ചി? അവളുടെ സ്വരം വിറച്ചു താണു. അറിയില്ല. എനിക്കറിയാം. ഞാൻ ഉപേക്ഷിച്ചാൽ എന്നെ കൊന്നിട്ട് അവനും മരിക്കുമെന്ന് എപ്പോഴും പറയുമായിരുന്നു. മോളെ, നീ ഇനി അതൊന്നും ഓർക്കരുത്. നമ്മുടെ മനസ്സ് വിഷമിക്കും. ഷാൻ എന്തിനാ അങ്ങനെ ചെയ്തത്? ഞാൻ അവനോട് ക്ഷമിക്കുമായിരുന്നല്ലോ. അവളുടെ കണ്ണുകളിൽ നിന്ന് മെഴുന്നീർ തുളുമ്പിച്ചാടി. ഒന്നിച്ച് മരിക്കാന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അതിനും ഒരുക്കമായിരുന്നല്ലോ. മോളെ, അലീനയ്ക്ക് കരച്ചിൽ വന്നു. അവൾ ടാനിയുടെ ശിരസ് തലോടിക്കൊണ്ട് കണ്ണുകൾ തുടച്ചു. അവൻ ഇനി ഒരു വഴക്കിനും വരില്ല അല്ല ചേച്ചി? ഇനി ആർക്കും അവനെക്കൊണ്ട് ഒരു ശല്യവുമില്ല. നന്നായി, എല്ലാം നന്നായി. പൊടുന്നനെ അവൾ വിതുമ്പിക്കരഞ്ഞു. അലീനയും. ഇത്രയുമാണ് ഇന്നത്തെ കഥ. അടുത്ത കഥയുമായി വീണ്ടും വരാം. ബൈ.